ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുകയാണ്. വേണ്ട ചെമ്പല്ലിയാണ് കിട്ടുന്നത്. വേണ്ട ഇത് വേണ്ട അപ്പായാണ് വയ്ക്കുന്നത്. ചെമ്പല്ലി ഞങ്ങളുടെ നാട്ടിൽ ചെമ്പല്ലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതാ പറയുന്നത്? ഒന്ന് കമന്റ് ഇട്ടേക്കണം. അത്യാവശ്യം കുഴപ്പമില്ല, വലിപ്പമാണ്. ഇതെല്ലാം പോള കയറി കിടക്കുകയാണ്. ഒരു കണ്ടത്തിൻ്റെ സൈഡാണ്. രണ്ട് അപ്പായുണ്ട്, അതാണ്ട് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനുണ്ട്. കണ്ണനുണ്ട്. കണ്ണനുണ്ട്. നമ്മളിതുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. എൻ്റെ മീനൊക്കെ മറിയുന്നുണ്ട്. വിരയാണ് തീറ്റയായിട്ടിടുന്നത്. കണ്ട മീൻ മറിയുന്നുണ്ടോ? അത് ചെമ്പല്ലി അങ്ങ് തിളച്ചങ്ങ് മറിയുകയാണ് വെള്ളത്തിൽ. വേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. മീൻ കിടന്ന് മറിയുകയാണ്, വെള്ളത്തിൽ മീൻ കിടന്ന് മറിയുകയാണ്. അക്കരെ കണ്ടത്തിലോട്ട് അപ്പ ചൂണ്ട ഇട്ടേക്കുവാണ്. മീൻ കിടന്ന് മറിയുന്നുണ്ട്. മീനെ അറിയുന്നുണ്ട് അവിടെ. അപ്പം ചില അനക്കം പോയി. അതുകൊണ്ട് അപ്പായിക്കൊരു കൊത്തുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറിയ കൊത്ത് വന്നിട്ടുണ്ട്. ഓ, അതിനകത്തൊന്നുമില്ലായിരുന്നു. കൊത്തുണ്ട്. അതുകൊണ്ട് അപ്പായ്ക്ക് വേണ്ടത് ഒരു വലിയ ചെമ്പല്ലി കിട്ടിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളതാണ്. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്പല്ലി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്നാ? അതുകൊണ്ട് ചെമ്പല്ലി ഊരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബക്കറ്റിലോട്ടിട്ട് വേണ്ടത് സുരേന്ദ്രൻ ചേട്ടൻ്റെ ഒരു ചെമ്പല്ലി കിട്ടിയിരിക്കുന്നു. പൊക്ക് നല്ല കൊത്തോ. അപ്പായി കൊത്തുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ചെമ്പല്ലി കിട്ടിയിരിക്കുന്നു. അപ്പം ചെമ്പല്ലിയെ പിടിച്ചങ്ങ് തകർക്കുകയാണ്. ഇനി താണ്ട ബക്കറ്റൊക്കെ നിറയ്ക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇത്ര നേരമായിട്ട് ചൂണ്ടയിടാൻ തുടങ്ങിയില്ല. ചൂണ്ടയിടണം. ക്യാമറ നമ്മുടെ കൂട്ടുകാരൻ്റെ കൈമാറിയിട്ട് വേണം എനിക്കൊന്ന് ചൂണ്ടയിടാൻ. നമ്മുടെ സുരേന്ദ്രൻ ചേട്ടന് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ വീഡിയോ എടുക്കുന്നതിനകത്ത്
പുള്ളിക്ക് ചൂണ്ടയിടണം. പുള്ളി ചൂണ്ടയിടുന്നതാണ് മെയിനായിട്ടുള്ള പുള്ളിയുടെ. കാട്ടുവസ്തി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു റോഡ് സൈഡിലാണ്. ഇപ്പോൾ ഓക്കെയാണ്. എടുത്താൽ മതിയാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചൂണ്ടയിടാനായിട്ട് പോവുകയാണ്. എൻ്റെ വില ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെമ്പല്ലിക്ക് ഏറ്റവും നല്ലത് വിരയാണ്. അവൻ പറന്നടിക്കും. ഞാൻ ഇട്ട് നോക്കാം, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. നമ്മൾ അപ്പായും സുരേന്ദ്രൻ ചേട്ടനും അവിടെ നിന്ന് പടപടാന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. നമ്മളങ്ങോട്ട് കൊത്ത് കിട്ടുന്നില്ല. ഇവിടെ കൊത്ത് കയറാണ്. ഞാൻ അപ്പുറത്തോട്ട് നിട്ട് നോക്കട്ടെ. ഇവിടെ ആഴക്കുറവുണ്ടോ? അത് ഉടക്കാണ്. അതുകൊണ്ട് നല്ലൊരു കൊത്തുണ്ടായിരുന്നു. അത് നമുക്കൊരു കൊത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കൊത്ത് കിട്ടിയതാണ്. ഇട്ടോ കേട്ടോ, ഞാനിപ്പോൾ ഇടുന്നതേ ഉള്ളൂ. ഇട്ട് നോക്കട്ടെ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൂടും. എന്നാൽ ഒരു ചേട്ട ഇത് കൂടും. നല്ല കൊത്തുണ്ട്, പടപട കൊത്തുന്നുണ്ട്. താത്തിട്ടില്ല. ആ, അത് താത്തിട്ടില്ല. ഞാൻ ആ വിരയുടെ തുമ്പ് ചില നീട്ട വിട്ടായിരുന്നു. ചെറുതാണ് അല്ലേ? ആണ്ടത് സുരേന്ദ്രൻ ചേട്ടൻ്റെ ഒരെണ്ണം കിട്ടിയത്. ആണ്ടാ വെള്ളത്തിൽ പോയത്. ആ, കുഴപ്പമില്ല, അടുത്ത കോർത്തിട് പിടിക്കേ. ഞാൻ ചൂണ്ടത് നമ്മുടെ കണ്ണന് കൈമാറിയിരിക്കുകയാണ്. ഇടുന്ന കണ്ണൻ
ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചങ്ക് സുഹൃത്താണ് കണ്ണൻ. ഒത്തു കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം അതാണ്ട് അപ്പുറം നിൽപ്പുണ്ട്. ഇത് കാണാമെന്നറിയത്തില്ല. എന്താ വഴിയുടെ സൈഡിൽ അപ്പുറം നിൽപ്പുണ്ട്. അപ്പം അവിടുന്ന് പെറുക്കുവാന്ന് തോന്നുന്നു. മീനെല്ലാം കിടന്ന് മറിയുക. അത് ആ സൈഡിൽ നല്ല മറിച്ചിലുണ്ടല്ലോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല വ്യൂവാണ്. കണ്ടത്തിൽ എൻ്റെ പോള എല്ലാം നല്ല നിറഞ്ഞു കിടക്കുകയാണ്. ഉണ്ടായിരുന്നു. അത് കൊത്തുണ്ടെന്ന് തോന്നുന്നു. പൊക്കിക്കോ അവനെ, പൊക്കിക്കോ അവനെ. അവനുണ്ടാ ഒരു മുട്ടൻ കല്ലടാൻ കുട്ടി. സൈസ് സാധനം വേണ്ടതേ. നമ്മളെ കൂട്ടുകാരൻ പിടിച്ചിരിക്കുന്നതേ നല്ല മുട്ടൻ കല്ലടാൻ കുട്ടി. ഇതേ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അറിയാത്തത്. നല്ല വലിപ്പമുണ്ട്. കൊള്ളാം നല്ല ഒരെണ്ണമാണ്. പിന്നെ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ എന്തേ അടുത്തത് ആണ്ട് ഉടക്കിയെന്ന് തോന്നിയിട്ട് നമുക്ക് വേണ്ട ഇവനെ അതിനകത്തോട്ട് ബക്കറ്റിനകത്ത് ഇടാം. ഇത് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടത് മീനെ എടുത്ത് തരാം അതെ നമ്മുടെ ബക്കറ്റിലോട്ട് ഇട്ടേക്കാണ്. സുരേന്ദ്രൻ ചേട്ടൻ്റെ അതെ ചൂണ്ട പൊട്ടിപ്പോയി. ഞാനത് അടുത്തൊരു ചൂണ്ട എടുത്ത് കൊടുക്കട്ടെ. ചൂണ്ടക്കൊളുത്ത് പൊട്ടിപ്പോയി. അത് നല്ല മറിച്ചിലുണ്ട്. അവിടെ മൊത്തം വലുതാണ് മറിയുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം ഇത് വേണ്ടത് ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ തന്നെ അപ്പുറത്തു നിന്ന് മാറിയതേ അതിനിപ്പുറത്ത് ഒരു സൈഡിൽ വന്നേക്കുവാണ്. നല്ല കൊത്തുണ്ട്. അപ്പോൾ വെയിൽ കാരണം എന്താ തൊപ്പിയൊക്കെ വെച്ച് ഉണ്ടോ? ഞങ്ങൾ ഇട്ടോണ്ടിരിക്കും വർഷം അവലാണ് കുട്ടിയായിട്ട് വന്നു. നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ അതെ
ചിലപ്പോൾ ഒരെണ്ണത്തിനെ പിടിക്കുമെന്നാണ് പറയുന്നത്. ആ കൊത്തുണ്ട് കൊത്തുണ്ട്. ആ കൊത്തു പോയി കേട്ടോ. കണക്കുണ്ട്. കണ്ണൻ ഉണ്ട് അവിടെ ചൂണ്ടിട്ട് ഇരിക്കുകയാണ്. ഒരു കൊത്തുണ്ട്. അത് പോട്ടെ. അപ്പാക്ക് ഒരു വലിയ ഒരെണ്ണം കിട്ടിയേക്കാണ്. നല്ല വലുപ്പമുള്ളത് ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്.